അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏർവാടി ദർഗയിലെ സിയാറത്തുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ അൻസാരി സുഹരി ഉസ്താദ് അവർകൾ ഏർവാടി സിയാറത്തിൽ പോയ സമയത്തുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി. ഇവിടുത്തെ പരിപാലന കമ്മിറ്റിയോട് ചോദിക്കുകയാണ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവ രണ്ടും ഇവിടെ കയറിയപ്പം ആളുകളെ പൈസ അഞ്ചത്ത് പിടിച്ച് തള്ളുക, കാശിട്ടെങ്കിൽ മാത്രം അങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറയുക. അപ്പോൾ നിങ്ങളോട് ഞങ്ങൾ ഈ നാട്ടുകാരല്ലാത്തതുകൊണ്ട്, കേരളീയരായതുകൊണ്ടാണ് വളരെ മോശമായ രൂപത്തിലുള്ള സംസാരം, ഭാഷാ പ്രയോഗങ്ങൾ നെഞ്ചത്ത് പിടിച്ച് തള്ളുക. ഇത് ഞങ്ങളുടെ നാടല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ നാടായിരുന്നെങ്കിൽ ഒറ്റവട്ട തള്ളുള്ളൂ, പിന്നെ തള്ളൂല്ല. അതുകൊണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സിയാറത്തിന് വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം റൗദ ഷരീഫിൽ കയറാൻ വരെ 10 രൂപ ചിലവില്ലാത്ത എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. എന്തിനാണ് ഈ പൈസ? ഇത് മുഅ്മിനീങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഇട്ടോളൂ. ഇത് സിയാറത്തിന് വരുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ ഇവിടെ കൊടുത്തോളൂ, ഇല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോളൂ. അത് ഇട്ടെങ്കിൽ മാത്രമേ ഒരു മഹാന്റെ സന്നിധിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ചൂഷണമാണ്. നിങ്ങളാദ്യം മനസ്സിലാക്കുക. അത് അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്യുമ്പോൾ കടുത്ത ചൂഷണമാണ്. അത് പൈസ കൊടുക്കാത്തവരെ നെഞ്ചത്ത് പിടിച്ച് തള്ളുക, ഇതൊക്കെ സംഗതി വിശാൽ ആ വീഡിയോ എനിക്ക് സന്ദർഭോചിതമായ രീതിയിലാണ് കാണാനിടയായത്. അതായത് ഞാൻ ഏർവാടി സിയാറത്ത് കഴിഞ്ഞ് 2-3 ദിവസമായിട്ട് നാട്ടിലേക്ക് എത്തിയുള്ളൂ. ആ സമയത്ത് അവിടെ പോയ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ മഹാനവറുകളുടെ തിരുസന്നിധിയിലേക്ക് എത്തണമെങ്കിൽ, ഫസ്റ്റ് അറയിലേക്ക് പോകണമെങ്കിൽ ഒരു 20 രൂപ ചോദിച്ചു. അത് കൊടുത്ത് പിന്നെ അതിന്റെ ഉള്ളിലേക്ക് മഹാനവറുകളുടെ ദർഗാ ഷരീഫ് നേരിട്ട് സ്പർശിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലുള്ള ആ അറയിലേക്ക് കിടക്കണമെങ്കിൽ 100 രൂപയും. അവിടെയുള്ള സന്ദർശകരിൽ നിന്ന് പൊതുവെ ഈടാക്കുന്ന തുകകളാണിത്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒറ്റ ദർഗാ ഷരീഫ് പോലും ടിക്കറ്റ് കൗണ്ടർ ഏർപ്പെടുത്തിക്കൊണ്ട് മക്കാമിലേക്ക് കയറാനുള്ള രീതി എവിടെയും ഇല്ല എന്നുള്ളതാണ്. അവിടെ എന്തെല്ലാം പിരിവുകൾ നടക്കുന്നു. ഓരോ വഖത്ത് കഴിഞ്ഞാലും ഇമാമ് അനൗൺസ്മെന്റ് ചെയ്യുന്നു, പള്ളി പരിപാലനത്തിലേക്ക് സംഭാവന ചെയ്യുക. കാശ്, വെറും കാശ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ഒരു 10 പൈസ കിട്ടുന്നില്ലെങ്കിൽ ഇവരെ ആരും ഇവിടെ ഉണ്ടാവില്ല. ആ മഹാൻ അവർക്ക് ആർക്കും വേണ്ടിയില്ല. ഈ കാശ് കിട്ടുന്നത് കൊണ്ടാണ് അവരിതിങ്ങനെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്, വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് കാശ് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ മഹാനവറുകളെ കാണാൻ പോകുന്ന പാവപ്പെട്ട, നരകിച്ച് യാത്ര ചെയ്ത് എത്തിപ്പെട്ട പാവപ്പെട്ട ആളുകളെ പിഴുതുകൊണ്ടുള്ള ആ ചൂഷണ മാർഗം പ്രിയപ്പെട്ട ഏർവാടിയിലെ മഹല്ല് കമ്മിറ്റി അതിൽ ഇടപെട്ടുകൊണ്ട് ആ പരിപാടി നിർത്തലാക്കണം. അവിടെ വരുന്നവർ ദർഗാ ഷരീഫിലേക്ക് വരുന്നവര് അവിടെ കാശിടും, അവരുടെ നേർച്ചകൾ നേരും. അങ്ങനെ മതി. കേരളത്തിലൊക്കെ അങ്ങനെയാണുള്ളത്. എന്നാൽ തന്നെ ഇഷ്ടംപോലെ കാശ് കിട്ടുന്നുണ്ട്. ഇത് പിടിച്ചു വാങ്ങാൻ സത്യത്തിൽ ആ ടിക്കറ്റ് കൗണ്ടറിൽ ലഭിക്കുന്ന പണം 100-ൽ 99% അത് മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതല്ല. അവിടെ നേർച്ചകൾ ഉണ്ടാവും, അതിന് പുറത്ത് പെട്ടികളൊക്കെ ഉണ്ടാവും. അത് വെച്ചാൽ തന്നെ അവിടെ തന്നെ ഒരുപാട് കാശ് കിട്ടും. പക്ഷെ അതിന്റെ പുറത്ത് പിടിച്ചു വാങ്ങുന്നത് പോലെ അത് പാടില്ല. പ്രിയപ്പെട്ട ഏർവാടി മഹല്ല് കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് ആ സമ്പ്രദായം അവസാനിപ്പിക്കണം. അത് ദീനിനെതിരാണ്. മഹാനായ ഇബ്രാഹിം ബാദുഷാ ഉപ്പാപ്പ അത് ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. കാരണം അവരൊക്കെ പരിശുദ്ധതയുടെ പരമോന്നതിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ യാമങ്ങളെ തള്ളി നീക്കി ഇലാഹിയായ ചിന്തകളിലൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തിരുസന്നിധി പ്രാപിച്ച മഹാന്മാരാണ് അവര്. അവരൊന്നും ഇത് അംഗീകരിക്കില്ല. നിങ്ങൾ ഏത് ദീനിനെ പ്രതിനിധാനം ചെയ്യുന്നു ആ ദീൻ ഒരിക്കലും അത് അനുവദിക്കില്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ആ ഏർപ്പാട് നിർത്തലാക്കി അവിടെ വലിയൊരു ഭണ്ഡാരം സ്ഥാപിച്ചോളൂ. നേർച്ചകൾ ഇവിടെ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളൊരു വലിയ പെട്ടി ഉണ്ടാക്കി വെച്ചോ. അത് അവിടെ വരുന്നത് 100% ഹക്കായിരിക്കും. പക്ഷെ ഇത് പിടിച്ചു വാങ്ങുന്നത് ഒരിക്കലും അത് നിങ്ങളവിടെ ഹനഫി മദ്ഹബാണ്. എനിക്കറിയാം. ഞാൻ അവിടെ ഖുതുബയും അവിടുത്തെ പ്രസംഗം കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഞങ്ങളെ ഷാഫി മദ്ഹബിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കാണുന്നത്. മദ്ഹബപരമായിട്ടുള്ള വ്യത്യസ്തതകളാണ്, അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ ഇതല്ല. ഇത് 4 മദ്ഹബിലും മഖ്ബറയിൽ കൗണ്ടർ വെച്ച് പിരിച്ച് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് അതായത് പൈസ കൊടുത്ത് മഹാനെ കാണുന്ന ഒരു ചൂഷണ രീതി ഒരു മദ്ഹബിലും, പ്രത്യേകിച്ച് നിങ്ങളെ മദ്ഹബ് ഹനഫി മദ്ഹബ്, ഒരുപാട് ഔലിയാക്കളുടെ വലിയ വലിയ മഹാന്മാർ ജന്മം കൊണ്ട വലിയ മദ്ഹബാണ് ഹനഫി മദ്ഹബ്. ആ മദ്ഹബിൽ ഈ ചൂഷണം ഒരു നിലക്കും അനുവദിക്കില്ല, ഒരു മദ്ഹബിലും അനുവദിക്കില്ല. നിങ്ങളുടെ മദ്ഹബ് ആ കാര്യത്തിലൊക്കെ വളരെ ശക്തമാണ്. അതുകൊണ്ട് നിങ്ങൾ ഹനഫികളാണെങ്കിൽ ആ പണി നിർത്തണം അവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും ഞങ്ങൾക്കും നമ്മുടെ മദ്ഹബി വീക്ഷണങ്ങളിലൂടെ ഹക്കായ രീതിയിൽ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ നമ്മുടെ സമ്പാദ്യം ഹലാലാക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഒരു ദർഗ പോലും ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടർ വെച്ചുകൊണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് മഹാനെ കാണുന്ന ഒരു സമ്പ്രദായം ഇല്ല. ഞാൻ ജോലി ചെയ്യുന്ന അമ്പംകുന്ന് അജ്മീർ ഫക്കീർ മീറാൻ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ പ്രകാശവലയത്തിൽ സ്ഥാപിതമായ ഗരീബ് നവാസ് ഇസ്ലാമിക് ശരിയാത്ത് കോളേജിന്റെ പ്രിൻസിപ്പൽ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അൽഹംദുലില്ലാ, അവിടെ മഹാനവറുകളുടെ ദർബാർ ഷരീഫിന്റെ ഒരു നടത്തിപ്പ് നിങ്ങളൊന്ന് വന്ന് കാണണം. അത് അവിടെ 2 നേരം ഉച്ചക്കും രാത്രിയും ഭക്ഷണം, അതിലേക്കുള്ള കറി, എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും സൗജന്യമായി അവിടെ വന്നവർക്കൊക്കെ ഭക്ഷണം നൽകുകയാണ്. അതുപോലെ തന്നെ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ മുഴുവൻ സമയവും ഏത് സമയം വന്നാലും അവിടെ മരുന്ന് കഞ്ഞി, അജ്മീറിൽ കാണപ്പെടുന്ന അങ്ങനത്തെ ഒരു കഞ്ഞി ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നു. അതുപോലെ തന്നെ രാവിലെ ചായ കുടിക്കാൻ കാശില്ലാത്തവർക്ക് മക്കാം ഖാദിമീങ്ങൾ അവരെ കണ്ടറിഞ്ഞുകൊണ്ട് പേഴ്സണലി അവരുടെ കയ്യിലേക്ക് കാശ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം അവിടെയും. പിന്നെ അവിടെയുള്ള ഒരുപാട് ആളുകൾ, വരുന്ന ആളുകളൊക്കെ പാവങ്ങൾക്ക് സംഭാവന ചെയ്യുന്നു. ഉപ്പാപ്പയുടെ ഹലറത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും എല്ലാവർക്കും തുല്യ പങ്ക് പോലെയുള്ള ഒരു വിശാലമായ സ്വാതന്ത്ര്യമുള്ള മനോഹരമായ ഒരു കാഴ്ച ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളോട് ഏർവാടി ദർഗാ ഷരീഫ് നടത്തിപ്പുകാരോട് പറയാനുള്ളത്, നിങ്ങൾ അമ്പംകുന്ന് ബീരാലുൽ ഉപ്പാപ്പ ദർഗാ ഷരീഫിലേക്ക് വന്നു നോക്കുക.
ആർക്കും വളരെ സുരക്ഷിതമായ, എല്ലാവർക്കും ഏത് മതക്കാർക്കും സ്വന്തം അധികാരം പോലെ നമുക്ക് എന്ത് ചെയ്യാം, വന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാം. അങ്ങനെയുള്ള ഇതാണ് കേരളം. അങ്ങനെയാണ് ദർഗ കൊണ്ട് നടക്കേണ്ടത്. അപ്പോൾ പറയാനുള്ളത്, ഈ കാശ് വെച്ച് പിരിച്ചു മഹാനക്കാരണമെങ്കിൽ നിങ്ങൾ കാശ് മേടിക്കണമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എന്താണ് നിങ്ങൾക്ക് ദീനിൽ അതിന് അടിസ്ഥാനമുള്ളത്? അതുകൊണ്ട് തന്നെ ഈ സമ്പ്രദായം അള്ളാഹുവിന്റെ ദീനിനെതിരാണ്. ഈ പണി നിങ്ങൾ നിർത്തണം. ഞാൻ 100 രൂപ തന്നുകൊണ്ടാണ് ഉപ്പാപ്പനെ അവിടെ കണ്ടത്. 7 വർഷം മുമ്പ് ഞാൻ വന്ന സമയത്ത് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കടന്നില്ല. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി, കാര്യം കാണാൻ കഴുതക്കാൽ പിടിക്കുക എന്നതുപോലെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതിന് ഉപ്പാപ്പ അതിന് ഉത്തരവാദിയല്ലല്ലോ. എന്തായാലും നിങ്ങൾ നമ്മുടെ ദീനിന്റെ മാർഗത്തിൽ ദീനീ സംവിധാനങ്ങളെ ദീനീ നിയമങ്ങളിലൂടെ കൊണ്ടുപോകണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. പള്ളിയിലെ ഉസ്താദുമാരൊക്കെ അതിനെതിരെ ശക്തമായിട്ട് അവിടെയുള്ള കാര്യങ്ങൾക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കണം. അവർ ചിലപ്പോൾ സാധാരണക്കാർ, അവർക്ക് അറിയില്ലായിരിക്കാം. അത് പറഞ്ഞു മനസ്സിലാക്കണം. എന്നിട്ട് പറഞ്ഞു മനസ്സിലാക്കി കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കും, അവർ കേൾക്കണം. അതാണ് അവർ ചെയ്യേണ്ടത്. അള്ളാഹു തആല എല്ലാവർക്കും ഹിദായത്ത് തരട്ടെ. നന്മകളിലൂടെ നമ്മുടെ സുഹൃതങ്ങളെ പരിപോഷിപ്പിക്കാൻ, അനുഗ്രഹങ്ങളെ മികവുറ്റതാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരെ ഏത് രീതിയിൽ ആദരിക്കേണ്ടുന്നുവോ ആ ആദരവെല്ലാം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചൂഷണത്തിനെതിരെ, ഈ അധർമ്മത്തിനെതിരെ ഞാൻ ശബ്ദിച്ചിരിക്കുന്നത്. അള്ളാഹു സാക്ഷി. അസ്സലാമു അലൈക്കും.